கடலில் அழிப்பாயும் ஓர் மௌனராகம் நீதானே காற்று வெளியிட எல்லாம் நாம் இருவர் பறந்து செல்லத்தானே நான் நாயகன் நானால் என் நாயகி நீதானே நான் ராவணன் நானால் என் ஈழமே நீதானே ஊனாலும் ஊ சொல்லு ஊனாலும் ஊ சொல்லு ஓகே கண்மணியே என் ரோஜா நீயா என் உயிரே நீயா என் அஞ்சலி நீயா கீதாஞ்சலி நீயா വാതില് തുറക്ക്, ഇത് ഞാനാ. നീ എന്താ വാതിൽ തുറക്കാൻ വൈകിയത്? അത് ഞാൻ അതൊക്കെ പോട്ടെ, ഇനി സംസാരിച്ചിരിക്കുന്ന സമയമില്ല. ആരെങ്കിലും എഴുന്നേക്കുന്ന മുന്നേ ഇവിടുന്ന് വേഗം പോണം. നീ എല്ലാം എടുത്ത് വേഗം ഇറങ്ങാൻ നോക്ക്. നീ എന്താ ആലോചിച്ച് നിൽക്കുക? വേഗം വാ. നീ എന്തിനിപ്പോ കരയുന്നേ? നീ ആഗ്രഹിച്ച ലൈഫല്ലേ? അപ്പൊ നീ ശരിക്കും സന്തോഷിക്കില്ലേ വേണ്ടത്? ചേട്ടായി എടി കൊച്ചേ, നീ എന്നെയും കൂടി കരയിപ്പിക്കില്ലേ? ചേട്ടാ, ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഞാനെന്നാ പോട്ടെ ചേട്ടായി. അവനെവിടെ? ആ വന്നില്ലേ? എന്നാ നീ പൊക്കോ, അധിക നേരം ഇവിടെ നിൽക്കണ്ട. സമയം എത്ര ആയെന്നാ? ഇതുവരെ ആൾ എണീച്ചില്ലേ? ആർക്കറിയാം. നീ ഒന്ന് പോയി നോക്കി, ഇത് പള്ളിയിലെത്താൻ പോകും. ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, ഇച്ചാൻ ചായ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. ആദ്യം നീ അവളെ പോയി വിളിക്ക്. ഞാനെന്നാ പോയി അതിനെ വിളിക്കട്ടെ. ഇവിടെ നമ്മൾ പോയി. ഡി, ഇതിനിടെ കുളി കഴിഞ്ഞില്ലേ? എന്റെ കർത്താവെ, ചതിച്ചോ? വിളി വന്ന് ഇവാനെ, നിനക്ക് നിന്റെ അഭിനയത്തിലെ കഴിവ് തെളിയിക്കാനുള്ള അവസരാണിത്. എന്താണ് ഇതാണ്? രാവിലെ തന്നെ കാൽ കൂന്നു. അവൾക്കെന്താ? അവളെ റൂമിലൊന്നും കാണുന്നില്ലടാ. അവളോടെ പോകാനോ? അവളോട് എങ്ങാനുണ്ടോ? ഇല്ല, ഞാൻ അവളുടെ റൂം മൊത്തം നോക്കിയതാ.
അവളുടെ കബോർഡിൽ അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കാണാനില്ല. എന്നതാ ചായ? നീ അവളെ കണ്ടോ? ഇല്ല. എന്താ അവളിവിടെ ഇല്ലേ? അല്ല, അവളെവിടെ പോയി? അതറിയെങ്കിൽ നിന്നോട് ചോദിക്കോ? നീ ഒന്ന് പോയി നോക്കിയ അവളെ. ഞാനോ? എന്റെ മേക്കപ്പ് ഫുള്ളായിട്ടില്ല. എന്നിട്ട് പോയാ മതിയോ? ഇതെവിടത്തേക്ക് ഈ പുറത്ത് പോകണം? ഇച്ചായ, ഇച്ചായൻ ഉറങ്ങിയില്ലായിരുന്നു. ഉറക്കം വരുന്നില്ലടി, നീ ഉറങ്ങുന്നില്ല. എങ്ങനെയാ ഇച്ചായ ഞാൻ സമാധാനത്തോടെ ഉറങ്ങുക? പറഞ്ഞ നേരം അവനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുക? നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ഇച്ചായ? നമ്മളതിന് ശ്രമിക്കാനിട്ടല്ലോ ആലീസെ. അവർക്ക് വലിയ ആൾക്കാരല്ലേ, നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്നു. അവന് ചിലപ്പോ ആ കൊച്ചിനെ വിധിച്ചിട്ടുണ്ടാകില്ലായിരിക്കും. എനിക്ക് ആ കൊച്ചിനെ ഓർത്തിട്ട അതാ ചെകുത്താന്മാരുടെ കിടന്ന് നരകിക്കേണ്ടി വരില്ലേ? ഇച്ചായനെന്ന് ഉറങ്ങിക്കോ, ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. എന്താടി, എന്നാ പറ്റി? അവനെ കാണുന്നില്ല. എന്താണ്? അവൻ ഇവിടെ എവിടെയും കാണുന്നില്ല ഇച്ചായ. ഞാൻ എല്ലായിടത്തും നോക്കി. പുറത്തവന്റെ ബൈക്കും കാണുന്നില്ല. വാതിലാണെങ്കിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചായ, എനിക്ക് പേടിയാവുന്നു. ഇനി എന്റെ കൊച്ചു വല്ല. നീ മിണ്ടാതിരിക്ക ആലീസ്, അവനൊന്നും പറ്റൂല. നീ അവന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കിയേ. The number you have dialed is currently busy. Please try later. ഇച്ചായ, റിങ് പോകുന്നുണ്ട്. പക്ഷെ അവൻ കോൾ എടുക്കുന്നില്ല. നീ വിഷമിക്കാതിരി, ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. ലവി, എന്താ അപ്പ? മോനെ അവനെ കാണുന്നില്ല. അവനെവിടെ പോയി? അറിയില്ല, നീ വേഗം വാ. ഫോണിൽ വിളിച്ചായിരുന്നോ? അതെല്ലാം വിളിച്ചുടാ. റിങ് പോകുന്നുണ്ടെന്നല്ലാതെ കോൾ എടുക്കുന്നില്ല. അവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയ. നീ വേഗം വാ, ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ആ അപ്പ, ഞാൻ എന്താ വരുന്നു. എന്താ ഇച്ചായ, എന്താ പ്രശ്നം? അവനെ കാണുന്നില്ല. അവനെവിടെ പോയി? അറിയില്ല, നീ വേഗം വാ. അവിടെ അമ്മച്ചി കരച്ചില്ല. മോനെ, അവര് കാണുന്നില്ലടാ. അമ്മച്ചിക്ക് അറിയാതിരിക്കെ, അവനവിടെ പോവാനാ? അവനിങ്ങനെ വരും. അപ്പ, അവന്റെ ഫ്രണ്ട്സിനെ വല്ലതും വിളിച്ചായിരുന്നോ? ഇല്ലടാ. എന്നാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, എന്താ ചേട്ടായി? എടാ, അവൻ അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ലാലോ ചേട്ടായി, എന്തേ? അവൻ ഇവിടെ കാണാനില്ലടാ. അവനിതെവിടെ പോയി? ചേട്ടായി വിഷമിക്കാതെ, ഞാൻ മറ്റവന്മാരെ വിളിച്ചൊന്ന് നോക്കട്ടെ. ആടാ, എന്റെ വിവരം കിട്ടിയോ വിളിക്കണേ. ആ ചേട്ടായി, എന്നാ ശരി. ആടാ.
അപ്പൊ അവൻ അറിയില്ലെന്നാ പറഞ്ഞ്. മറ്റേമാരെ വിളിച്ച എന്റെ വിവരം കിട്ടിയ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ എന്റെ കൊച്ച്. അമ്മച്ചി കരയാതെ, ഞാനൊന്ന് അവനെ പോയി നോക്കിയിട്ട് വരാം. ഡി ആൻസി, നീ പോയ ബൈക്കിന്റെ കീങ് എടുത്തേ. ആ ചായ. അമ്മച്ചി, അവനവിടെ ഇല്ല. ഞാൻ എല്ലായിടത്തും നോക്കിയതാ. എനിക്ക് ഉറപ്പാ ആ നശിച്ചവൾ അവന്റെ കൂടെ തന്നെ പോയി കാണും. അവൾക്ക് എന്തായാലും ഒരാളുടെ സഹായം ഇല്ലാതെ ഇവിടുന്ന് പോകാനാവും. എന്താ അമ്മേ, എന്താ ഇവിടെ? അവളെവിടെ? ആര് ആരുടെ ഇച്ഛൻ ചോദിക്കുന്നേ? നിനക്ക് നന്നായിട്ട് അറിയാം ആരുടെ കാര്യ പറയുന്നതെന്ന്. നീ തപ്പിക്കളിക്കാതെ സത്യം പറയണം. എന്റെ അമ്മച്ചി, ഈ ചേട്ടാ എന്തൊക്കെയാ പറയുന്നത്? സാർ എവിടെ പോയെന്ന് അവൻ ചോദിക്കുന്നത്. അവൻ ഇവിടെ എവിടെയും കാണുന്നില്ല. അവൾ എവിടെ പോവാനാ? നീ കളിക്കാതെ അവൻ ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് എങ്ങനെ അറിയാനാ അവൾ എവിടെ പോയിന്ന്? നിങ്ങളെല്ലാം പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ രാത്രി നിങ്ങൾ എല്ലാരും ഉറങ്ങിയ ടൈം നോക്കി അവൾ ആരും കാണാണ്ട് വാതിൽ തുറന്ന് അവന്റെ കൂടെ പറഞ്ഞയച്ചതാന്ന്. ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ആദ്യം അവളെ കണ്ടുപിടിക്കും. അത് പറഞ്ഞ ശരിയാ. അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. അവരറിയുന്നതിന് മുന്നേ നമുക്ക് അവളെ കണ്ടുപിടിക്കും. അതിനെവിടെയാന്ന് വെച്ച് അവളെ പോയി അന്വേഷിക്കണ്ടേ? നീ ആ ചെക്കന്റെ വീട്ടിൽ പോയി അന്വേഷിക്കും. ഞാൻ എന്തായാലും അവളെയും കൊണ്ടുപോയി. ആരെയും കൊണ്ടുവരുന്ന കാര്യമായി പറയുന്നു.